കേരളത്തിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറിമറിയുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. മുന്നണികൾ തങ്ങളുടെ വോട്ട് ബാങ്കുകൾ ഭദ്രമാക്കാനുള്ള ഓട്ടത്തിലാണ്. ഇതിനിടയിലാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ സ്വീകരിക്കുന്ന സംബന്ധിച്ച് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നടത്തിയ പരാമർശം രാഷ്ട്രീയ കേരളത്തിൽ വലിയ ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുന്നത്. പുതുയുഗ യാത്ര എന്ന പേരിൽ താൻ നയിക്കുന്ന രാഷ്ട്രീയ പര്യടനത്തിന് മുന്നോടിയായി നടത്തിയ ഈ പ്രസ്താവന വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിലെ യു.ഡി.എഫിന്റെ നിലപാട് വ്യക്തമാക്കുന്നതാണ്. കേരളത്തിലെ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ മതസാമുദായിക സംഘടനകളുടെ നിലപാടുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. വോട്ട് വിഹിതത്തിൽ ചെറിയ മാറ്റങ്ങൾ പോലും വലിയ വിജയപരാജയങ്ങൾ നിശ്ചയിക്കുന്ന കേരളത്തിൽ ഓരോ സംഘടനയുടെയും പിന്തുണ തേടാൻ മുന്നണികൾ മത്സരിക്കാറുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ സംബന്ധിച്ച് വി.ഡി. സതീശന്റെ വെളിപ്പെടുത്തൽ ശ്രദ്ധേയമാവുന്നതും. ജമാഅത്തെ ഇസ്ലാമി യു.ഡി.എഫിന് പിന്തുണ വാഗ്ദാനം ചെയ്താൽ അത് സ്വീകരിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ലെന്നാണ് വി.ഡി. സതീശൻ വ്യക്തമാക്കുന്നത്. ഇതിനായി അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന പ്രധാന വാദം ആ സംഘടനയുടെ നിലപാടിലെ വ്യക്തതയാണ്. ജമാഅത്തെ ഇസ്ലാമിക്ക് മതരാഷ്ട്രവാദം ഉണ്ടെന്നത് കാലാകാലങ്ങളായി ഉന്നയിക്കപ്പെടുന്ന ഒരു ആരോപണമാണ്. എന്നാൽ തങ്ങൾക്ക് അത്തരമൊരു നിലപാടില്ലെന്ന് സംഘടനയുടെ അമീർ തന്നെ വ്യക്തമാക്കിയ സാഹചര്യത്തിൽ അവരെ വർഗീയവാദികളായി കാണേണ്ടതില്ലെന്ന് സതീശൻ പറയുന്നു. വി.ഡി. സതീശൻ തന്റെ പ്രസംഗത്തിൽ ഏറ്റവും കൂടുതൽ കടന്നാക്രമിച്ചത് CPM-ന്റെ ഇരട്ടത്താപ്പിനെയാണ്. ജമാഅത്തെ ഇസ്ലാമി ഇടതുപക്ഷത്തിനൊപ്പം നിന്ന കാലത്ത് അവർ മതേതരവാദികളായിരുന്നു. എന്നാൽ അവർ യു.ഡി.എഫിനോട് അടുക്കുമ്പോൾ മാത്രം അവരെ വർഗീയവാദികളായി ചിത്രീകരിക്കുന്നത് രാഷ്ട്രീയമായ കാപട്യമാണെന്നും അദ്ദേഹം ആരോപിക്കുന്നു.